നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പെപ്പർ ഇഡ്ഡലിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാവ് അരച്ച് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾക്ക് എല്ലാവരും മടുപ്പ് വരും. ഇന്നും ഇഡ്ഡലിയാണോ എന്നൊരു ചോദ്യം കേൾക്കാത്തൊരു വീട് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അവരെ കുറച്ചൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് പെപ്പർ ഇഡ്ഡലി, പൊടി ഇഡ്ഡലി, അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് കഴിച്ചോളൂ. ഇത് അത്യാവശ്യം നല്ല ഫില്ലിങ്ങുമാണ്. ഇഡ്ഡലി കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വിശക്കുമല്ലോ. ഇത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫില്ലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. കടുക്, ഉഴുന്നുപരിപ്പ്, ഓഫ് കോഴ്സ് പെപ്പർ, പിന്നെ ഒരു ഭംഗിക്ക് ചുമന്ന മുളകും പച്ചമുളകും കൂടി ഇടുന്നുണ്ട്, കറിവേപ്പില, സവാള, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇഡ്ഡലി ചെറുതായിട്ട് നുറുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പൊന്ന് മൂത്ത് വരണം. നമുക്ക് കറിവേപ്പില, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കൂടുതൽ മുറിക്കാതെ ഇട്ടിരിക്കണം, കാരണം കുട്ടികൾക്ക് കഴിക്കുമ്പോൾ എളുപ്പം എടുത്ത് കളയാം. നല്ലൊരു കളർഫുൾ ആവാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ആവശ്യത്തിന് വഴണ്ടി വന്നിട്ട് നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പെപ്പർ പൗഡർ ഒന്ന് മൂക്കണം, അത് വേണ്ടി തന്നെ ഇളക്കി കൊടുക്കാം. പെപ്പർ പൗഡറിന് അങ്ങനെ അളവൊന്നുമില്ല, നമുക്ക് എരിവ് വേണ്ടതിനനുസരിച്ച് ചെയ്യാം. കുട്ടികൾക്ക് ചെയ്യുമ്പോൾ അധികം ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഇട്ടത് കുറച്ച് കുറവാണ്, ഞാൻ ഇത്തിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് ഇഡ്ഡലി ചെറുതായിട്ട് മുറിച്ച് ഇഡ്ഡലി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇഡ്ഡലി ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കണം, പൊടിഞ്ഞു പോവാണ്ട് നോക്കണം. അപ്പോൾ അതൊന്ന് നന്നായി ഇളക്കി ഇഡ്ഡലി ഒന്നൊരു ഫ്രൈ ചെയ്ത മാതിരി ആക്കിയെടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കാഷ്നട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടണമെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു, പെപ്പർ ഇഡ്ഡലി. ഒപ്പം ഞാൻ വെറുതെ അരച്ചൊരു ചട്നി ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക.